വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് പോസ്റ്റൽ വോട്ടിംഗ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് പരാതി. കോൺഗ്രസ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനയാണ് പരാതിയുമായി രംഗത്ത് വന്നത്. മാർച്ച് 31 മുതൽ വോട്ടിംഗ് സൗകര്യം ഒരുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നടപ്പായില്ലെന്നും ജീവനക്കാർ ആരോപിക്കുന്നു. KPCTA തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി. ഗോപാൽ ശിലാസ്ഥാനലുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗോപാൽ, എന്താണ് പരാതി? ശ്രുതി, മാർച്ച് 31 മുതൽ ഏപ്രിൽ 8 വരെയുള്ള തീയതികളിലാണ് ഇത്തരത്തിൽ തപാൽ വോട്ടുകൾ ചെയ്യുന്നതിനുള്ള അവകാശം ഉണ്ടായിരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി രണ്ടാം ഘട്ട ക്ലാസുകളിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യുന്നതിന് ആ സ്ഥാപനങ്ങളിൽ തന്നെ അവസരമൊരുക്കുമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ ഏപ്രിൽ 4 തീയതിയിലേക്ക് ദിവസം എത്തിയിട്ടും ഇതുവരെയും തപാൽ വോട്ടിങ്ങിനുള്ള സാമഗ്രികളോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളോ പൂർത്തിയാക്കിയിട്ടില്ല എന്നതാണ് ഈ അധ്യാപകരും ജീവനക്കാരും അടങ്ങുന്ന സംഘടനകൾ, കോൺഗ്രസ് സംഘടനകൾ ആരോപിക്കുന്നത്. ഇതിന് പിന്നിൽ ആസൂത്രിതമായ ശ്രമം നടക്കുന്നു എന്നതാണ് KPCTA നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഈ ഘട്ടത്തിൽ അവസാന ഘട്ടത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് തള്ളിവെച്ചുകൊണ്ട് അവസാനം കൃത്രിമ തിരക്കുണ്ടാക്കി പ്രതിപക്ഷ സംഘടനയിലും പ്രതിപക്ഷ അനുഭാവമുള്ളതുമായിട്ടുള്ള ജീവനക്കാരുടെ വോട്ട് നിഷേധിക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ ഭാഗത്ത് നടക്കുന്നത് എന്ന് തങ്ങൾ സംശയിക്കുന്നതായി ജീവനക്കാരുടെ അധ്യാപകരുടെയും സംഘടനയായ KPCTA മുന്നോട്ട് വെക്കുന്നു. ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതിയും KPCTA നൽകിയിട്ടുണ്ട്. ഇതിൽ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ നിയമ നടപടിക്ക് അടക്കം സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് എന്നും സംഘടന പറയുന്നു. ശരി, ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകിയത്.